മഴ തോരും മുമ്പേലാണെങ്കിൽ അമ്മയെ ആദ്യമായി കെട്ടിപ്പിടിച്ച് അലീന. അങ്ങനെ നാളെ ഏതാണ്ട് സത്യത്തിൻ്റെ ഒരു തിരിച്ചറിവിലേക്ക് വൈജയന്തി എത്തുന്നുണ്ട് എന്ന് നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അത് വേറെ ഒന്നുകൊണ്ടുമല്ല കേട്ടോ. അതായത് നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിനെ കാണാനായിട്ടും സ്റ്റാലിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണ് പോയിരിക്കുന്നതെന്ന് ഗംഗേട്ടൻ അറിയാമല്ലോ. ഗംഗേട്ടൻ എല്ലാവരോടും ആലോചിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. ഇതേ സമയം അവരെല്ലാവരും ഒരു കടുത്ത തീരുമാനമെടുക്കുന്നതാണ് കാണാനായിട്ട് കഴിയുക. അതായത് ഇനിയും ഗംഗേട്ടൻ ഇങ്ങനെ ഒന്നും വൈശയെ അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന് തിരിച്ചറിയുന്ന നമ്മുടെ പറയുന്ന ശിവനാണെങ്കിൽ ഗംഗേട്ടനോട് വൈജയന്തിയെ സത്യം അറിയിക്കാനായിട്ട് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗംഗേട്ടനാണെങ്കിൽ മനുവിനോട് കൂടി ആലോചിക്കുന്നു. അതിനുശേഷം അലീനയെ കൊണ്ടുവരാനായിട്ട് പറയുന്നു എന്ന് കാണാൻ കഴിയും. അങ്ങനെ അലീനയെ കൊണ്ടുവരുന്നതും വൈജയന്തിയോട് സത്യം പറയുന്നതും കാണാം. ഇതേ സമയം വൈജയന്തിയാണെങ്കിൽ അലീനയുടെ മുൻപിൽ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ നമ്മുടെ വൈജയന്തിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊരു കാഴ്ച. മോളെ, ഈ അമ്മ നിന്നെ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയും. ഇതേ സമയം അലീന പറയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമയൊന്നും ചോദിക്കേണ്ട, എനിക്ക് ദേഷ്യമൊന്നുമില്ല അമ്മ. ഏത് മക്കൾക്കാണ് അമ്മയോട് ദേഷ്യപ്പെടാനായിട്ട് കഴിയുക എന്ന് ചോദിക്കുന്നതും കാണാനായിട്ട് കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.